അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പൂർവികരായ ഞങ്ങളെ സഖാക്കൾ ഞങ്ങളെ പഠിപ്പിച്ച ഒരു സമരമാർഗമുണ്ട്. ആ സമരമാർഗത്തിലൂടെ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഏതറ്റം വരെയും പ്രായോഗികവും അശാസ്ത്രീയവുമാണ്. തൊഴിലാളികൾക്കത് അംഗീകരിച്ച് നടപ്പാക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ തൊഴിലാളികളും യാത്രക്കാരും തമ്മിൽ ചാർജിനെ കുറിച്ചിട്ടുള്ള തർക്കങ്ങളും പരാതികളും സ്വാഭാവികമായിട്ടും ഉയർന്നുവരും. അങ്ങനെ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പിടിച്ചുപറിക്കാരും അന്യായമായി ചാർജ് വാങ്ങുന്നവരുമാണെന്നുള്ള വ്യാപകമായ പരാതിയും ഉയർന്നുവരിക. ഈ പരാതിക്കൊക്കെ അടിസ്ഥാനം ഈ സർക്കാരിന്റെ അശാസ്ത്രീയമായിട്ടുള്ള വിജ്ഞാപനമാണ്. ആ വിജ്ഞാപനം ശാസ്ത്രീയമായി പരിഷ്കരിക്കണം. സർക്കാർ പ്രഖ്യാപിക്കുന്ന ഓരോ കിലോമീറ്ററും നിശ്ചയിക്കുന്ന ചാർജ് അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ ആ വിജ്ഞാപനം ശാസ്ത്രീയമായി പരിഷ്കരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ പരസ്യമായി പറഞ്ഞു, കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തണം. കാരണം ഓട്ടോറിക്ഷ മേഖലയിലെ തൊഴിലാളികളോട് അന്യതരത്തിൽ നെറികേട് കാണിച്ച ഒരു ഭരണകൂടമാണ് കഴിഞ്ഞ LDF ഗവൺമെന്റ്. ഓട്ടോറിക്ഷ തൊഴിലാളികളോട് നെറികേട് ഏതൊക്കെ രീതിയിൽ CF പുതുക്കാരമ്പര്യം ഏറ്റുപിടിക്കുന്ന മന്ത്രിമാരിരുന്ന ഒരേ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് എന്ന് ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഈ ഭരണകൂടം ആ സംഘടനാ ശക്തിയെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്നും കഴിഞ്ഞ കാല ഭരണത്തിൽ 10 വർഷം LDF സർക്കാരിന് നമ്മൾ താക്കീത് നൽകിയിരുന്നു. അവസാനം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇരിക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചത് ഈ ഒരു താക്കീതായിരുന്നു. എന്താണിത് പരാജയമെന്ന് തിരിച്ചറിയാത്ത ബഹുമാന്യനായ ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കേണ്ടി വന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വോട്ടാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ലക്ഷക്കണക്കിന് 8 ലക്ഷത്തോളം ഓട്ടോറിക്ഷകളുള്ള കേരളത്തിൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ 40 ലക്ഷത്തോളമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുള്ള ഈ കേരളത്തിൽ അവരുടെ വോട്ടിന് ഒരു വിലയും കൽപ്പിക്കാതെയായിരുന്നു കഴിഞ്ഞ LDF സർക്കാർ മുന്നോട്ട് പോയത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചു, AKSATU കൃത്യമായി കേരളത്തിന് മുമ്പിൽ പറഞ്ഞു, ഞങ്ങളെ നേരെ ഈ കോലത്തിൽ കൊഞ്ഞനം കുത്തി ഞങ്ങളെ അധിക്ഷേപിക്കുന്ന, ഞങ്ങളെ നേരെ ചവിട്ടി പതിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒന്നടങ്കം അതിനെതിരെ വോട്ട് ചെയ്യണമെന്ന് പ്രഖ്യാപിച്ച ഏക സംഘടന അത് AKSATU മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്വതന്ത്ര സംഘടന എന്ന് പറയേണ്ടി വന്നത്. ഭരണത്തിലേറി ആദ്യത്തെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കാൻ ഞങ്ങൾ സമരം ചെയ്യേണ്ടി വന്നതും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ധർണയ്ക്ക് വരില്ല. ഇവിടെ വരേണ്ടവർ വേറെയായിരുന്നു. അവരെ ആരെയും ഇവിടെ ഈ പഠിക്കൽ കാണുന്നില്ലെന്നത്. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാര ട്രേഡ് യൂണിയനുകൾ ഏതെങ്കിലും ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഓരോ വിഷയവും വളരെ പ്രസക്തമാണ്. കാരണം 2022 ഓട്ടോറിക്ഷകൾക്ക് ചാർജ് വർദ്ധിപ്പിച്ചതിന് ശേഷം ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും അതിഭീമമായ വിലക്കയറ്റം ഈ നാട് അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഈ റണ്ണിംഗ് കിലോമീറ്ററിന് 15 രൂപയും അതുപോലെ തന്നെ 1.5 കിലോമീറ്ററിന് 30 രൂപയുമായി പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ മഴയും വെയിലും കൊണ്ട് ഈ തെരുവിലൂടെ നിങ്ങളുടെ മുമ്പിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ല. ചായക്കടക്കാരന്റെ പൈസ കൂട്ടി. ഓരോ കച്ചവടക്കാരനും എന്തിനേറെ ഇന്ധനത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അധികാരം കൊടുത്തു. ഓട്ടോറിക്ഷക്കാരന് അവന്റെ ചാർജ് വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ സർക്കാരുകൾ കഴിയണം. കമ്മീഷൻ വെക്കണം, കമ്മീഷൻ ഹിയറിംഗ് നടത്തണം. എന്നിട്ട് ഓട്ടോ തൊഴിലാളികളെ കേൾക്കണം. കേട്ടതിന്റെ ശേഷം സർക്കാർ വിചാരിക്കും എത്ര കൂട്ടണമെന്ന്. ഇങ്ങനെ അടിമവേല, മനുഷ്യാവകാശ ലംഘനം ഈ നടത്തുന്ന അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ഒരു വിഭാഗം കേരളത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളല്ല, വേറെ ഒന്നുമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രക്കും ഭീമമായ പ്രയാസങ്ങളിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ട് ക്ഷേമനിധി, നമുക്കറിയാം ക്ഷേമനിധി ബോർഡിൽ, ഞാൻ ക്ഷേമനിധി ബോർഡിൽ മലപ്പുറം ജില്ലയിൽ മെമ്പറായിരുന്ന കാലത്ത്, ഞാനിപ്പോൾ അതിന് മെമ്പറല്ല. കാരണം മുഖ്യധാര ട്രേഡ് യൂണിയനിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മനുഷ്യനായാണ്. കാരണം വഞ്ചിക്കുകയായിരുന്നു. കാരണം
2 അക്കൗണ്ടുകളാക്കിയിട്ടുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികളുടെ ഉടമവിഹിതം അടപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ ഒരു അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് കടം കൊടുത്ത് കടം വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറി നടത്തിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളത് ചോദ്യം ചെയ്തു. ആ പണം എവിടെയാണെന്ന് ചോദിച്ചു. അതും ചോദിച്ചത് KSTUവാണ്. വിവരാവകാശത്തിലൂടെ ഞങ്ങളത് ചോദിച്ചു. അത് പൊതുജനങ്ങളുടെ മുമ്പിലിട്ടു, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മുമ്പിലിട്ടു, മീഡിയകളുടെ മുമ്പിലിട്ടു. ഇത് ചോദ്യം ചെയ്തപ്പോൾ KSTU ആർക്കും പറ്റൂല. നിങ്ങൾക്ക് ആർക്കും പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സമരം തുറന്നുകൊണ്ടേയിരിക്കും. ഇത് ഞങ്ങളുടെ അവകാശ പോരാട്ടമാണ്. ഞങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഈ സമരം ചെയ്യും. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പൂർവികരായ ഞങ്ങളെ സഖാക്കൾ ഞങ്ങളെ പഠിപ്പിച്ച ഒരു സമരമാർഗമുണ്ട്. ആ സമരമാർഗത്തിലൂടെ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണാ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് നിൽക്കുന്നു. ജയ് ഹിന്ദ്.